നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ക്യാൻസർ ചികിത്സയിലാണിപ്പോൾ രേണുസുതി. അതിനിടയിലും ചിരിച്ച മുഖത്തോടെയുള്ള വീഡിയോകളും റീലുകളും പങ്കുവച്ച് രേണുസുതി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രേണുവിന് ക്യാൻസർ ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുമുണ്ട്. എന്നാൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തന്റെ വരുമാന മാർഗമാണെന്നും അതിലൂടെയാണ് തനിക്കുള്ള ചികിത്സാ തുക കിട്ടുന്നത് എന്നും രേണുസുതി പറഞ്ഞിരുന്നു. രോഗം ബാധിച്ച് രേണു കിടപ്പിലായ ശേഷം കോട്ടയത്തെ സുധിലയത്തിൽ രേണുവിനെ കാണാനായി കിച്ചു പോയിരുന്നു. എന്നാൽ അന്ന് രേണു ആശുപത്രിയിലായിരുന്നതിനാൽ കിച്ചുവിനെ കാണാൻ കഴിഞ്ഞില്ല. അനിയൻ ഋതുലിനൊപ്പം കുറച്ചു സമയം ചിലവഴിച്ച ശേഷം കിച്ചു മടങ്ങി. എന്നാൽ താൻ മരിച്ചാൽ പോലും കിച്ചു തന്നെ കാണാൻ വരരുത് എന്നാണ് കഴിഞ്ഞ ദിവസം രേണു പറഞ്ഞത്. സബ്സ്ക്രിപ്ഷനിൽ രേണു പങ്കുവച്ച വീഡിയോകൾ തന്നെ വിഷമിപ്പിച്ചിരുന്നുവെന്നും കിച്ചു തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് രേണു കിച്ചുവിനെതിരെ രംഗത്തെത്തിയത്. എന്നാൽ രേണുസുതിക്ക് അർബുദം സ്ഥിരീകരിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കിച്ചു അവരെ വിളിച്ചിരുന്നു എന്നതായിരുന്നു മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ പറഞ്ഞിരുന്നത്. എന്നാൽ കോൾ എടുത്തത് രേണുവിന്റെ ചേച്ചിയാണെന്നും അവിടെ നിന്നും വന്ന വോയിസ് മെസ്സേജ് വിഷമിപ്പിച്ചതിനാലാണ് അവൻ പിന്നീട് രേണുവിനെ വിളിക്കാതിരുന്നത് എന്നും സായി കൃഷ്ണ പറഞ്ഞു. ഞാൻ ആദ്യമായി രേണുവിനെ വീഡിയോ കോൾ ചെയ്ത ദിവസം എന്നോട് രേണു കരഞ്ഞു പറഞ്ഞ ഒരു കാര്യമുണ്ട്. കിച്ചുവിനോടൊന്ന് സംസാരിക്കണം സായി എന്നതായിരുന്നു അത്. അവരുടെ ഫോൺ വെച്ചയുടൻ ഞാൻ കിച്ചുവിനെ വിളിച്ചു. അവൻ എന്നോട് പറഞ്ഞത്, സായി ബ്രോ, ഞാൻ അമ്മയെ കോണ്ടാക്ട് ചെയ്തിരുന്നു, പക്ഷേ അമ്മയെ ഫോണിൽ കിട്ടിയില്ല. അമ്മയുടെ ചേച്ചിയാണ് ഫോൺ എടുത്തത്. അതിനുശേഷം എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഒരുപാട് സങ്കടമുണ്ടാക്കി. അതുകൊണ്ട് പിന്നീട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പോയില്ല. വീട്ടിൽ വന്ന് കാണട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ആശുപത്രിയിൽ വന്ന് കാണാൻ പറ്റില്ല, രേണു വീട്ടിലുള്ള ദിവസം പറയാം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ വീട്ടിൽ നിന്നും ആളെയും കൂട്ടി പോകാം എന്നാണ് കിച്ചു എന്നോട് രേണുവിന് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ച സമയത്ത് പറഞ്ഞത്. ചിലപ്പോൾ കിച്ചു വിളിച്ചത് രേണു അറിഞ്ഞു കാണില്ല. രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾ മകൻ വിളിച്ചോ ഇല്ലയോ എന്നത് അറിയണമെന്നില്ലല്ലോ. അതിന്റെ സങ്കടത്തിലാകും കിച്ചു കാണാൻ വന്നില്ല എന്ന് പരാതി രേണു പറഞ്ഞത്. കീമോയ്ക്ക് പോകും മുൻപാണ് കിച്ചുവിനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് രേണു വീഡിയോ ഇട്ടത്. കീമോ കഴിഞ്ഞ ശേഷമാണ് എന്നോട് സംസാരിച്ചത്. മകൻ വിളിച്ചിരുന്നു എന്നത് അപ്പോഴാണ് രേണുവിന് മനസ്സിലാകുന്നത്. ആദ്യം വീഡിയോ ഇട്ടപ്പോൾ രേണുവിനെ കിച്ചു വിളിച്ച വിവരം അറിയില്ല. അമ്മയും മകനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. സബ്സ്ക്രിപ്ഷൻ വീഡിയോയുടെ പ്രശ്നങ്ങളുണ്ടെന്ന് കിച്ചുവും പറഞ്ഞതാണല്ലോ. ഇരുവർക്കുമിടയിലെ പ്രശ്നങ്ങൾ തീർക്കാതെ ആളുകൾ അവരെ തമ്മിൽ തല്ലിക്കാനാണ് നോക്കുന്നത്. പിന്നെ ഇങ്ങനെയാണ് രേണുസുതിക്കെതിരെയുള്ള കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ മിക്കവാറും രേണു സ്വയം ആത്മഹത്യ ചെയ്യും. ഒരു മനുഷ്യൻ ഇത്രയധികം ആക്രമണങ്ങൾ വന്നാൽ പിന്നെ വേറെന്ത് ചെയ്യും? ആ ബിഷപ്പിനെയൊക്കെ ചാട്ട കൊണ്ടടിക്കണം. അയാൾ ബിഷപ്പാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. രേണുവിന് ക്യാൻസർ ഉണ്ട്. അസുഖമൊന്നും ആർക്കും ഫേക്ക് ചെയ്യാൻ പറ്റില്ല. കീമോയുടെ മെഡിസിൻ കയറിയാൽ ശരീരമാകെ തളർന്നു പോകും. രേണുവിന്റെ ശരീരഭാരം പോലും വളരെ കുറവാണ്. അതുപോലെ ലക്ഷ്മി നക്ഷത്രയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരെ എന്തുകൊണ്ടാണ് രേണു വീട്ടിലേക്ക് വിളിച്ച് കാണിക്കാത്തത്? എന്തുകൊണ്ട് വീട്ടിലേക്ക് വരാൻ രേണു പറയുന്നില്ല? എന്തുകൊണ്ട് ലക്ഷ്മി പോകുന്നില്ല? കഥകൾ കുറെയുണ്ട്. പറയാൻ നിന്ന് കഴിഞ്ഞാൽ കുറെ പറയേണ്ടി വരും. വേറെ കണക്കുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് പറയാത്തത്. ലക്ഷ്മി സഹായിച്ചു എന്ന് പറയുന്നവരോട് കൂടെ നിന്ന് ഒരാളെ സഹായിക്കുന്നതും മുതലെടുക്കുന്നതും രണ്ടും വേറെ വേറെയാണ്. ലക്ഷ്മി രേണുവിന്റെ കണ്ണീര് വിറ്റ് മുതലാക്കി. ലക്ഷ്മി നക്ഷത്ര ചാരിറ്റി പോണാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാറും ലൈറ്റും ക്യാമറയുമായി ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സങ്കടം ലക്ഷ്മിക്കുണ്ടാകും. എന്തുകൊണ്ട് രേണുവിനെ കാണാൻ പോയില്ല എന്ന് ആരെങ്കിലും അവരോട് ചോദിച്ചോ എന്നും സായി കൃഷ്ണ ചോദിക്കുന്നുണ്ട്. കിച്ചുവുമായുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം പുതിയ വീഡിയോയുമായി രേണുസുതി എത്തിയത്. കൊല്ലം സുധിയിൽ തനിക്ക് പിറന്ന ഏക മകൻ ഋതുലിൽ തന്റെ മാതാപിതാക്കൾക്കും ചേച്ചിക്കും കുടുംബത്തിനുമല്ലാതെ മറ്റാർക്കും അവകാശമില്ല എന്നാണ് രേണു പറഞ്ഞത്. എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ച യൂട്യൂബർ ഷെഫീന ബീവി രംഗത്തെത്തിയത് ചർച്ചയായി മാറിയിരുന്നു. കിച്ചുവിന് അവകാശമുള്ള വീട്ടിൽ കിടന്നുകൊണ്ടല്ല അവനെതിരെ രേണു പ്രതികരിക്കേണ്ടതെന്നും ഷെഫീന ബീവി പറഞ്ഞു. അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. കിച്ചുവിനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത്, എനിക്കിതിലൊന്നും പറയാനില്ല, ആരോ എന്തോ പറയട്ടെ, ഞാൻ ഋതപ്പനെ കാണാനായി അവിടെ പോകും, അവനെ കാണും എന്നാണ്. ഋതപ്പന് വേണ്ടി നീ നിൽക്കണമെന്നും രേണുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടിയെ രാഹുൽ നോക്കണമെന്നുമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സജഷൻ. ഇത് എല്ലാവരും പറയുന്നത് രേണുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ രേണുവിന് ചാവാൻ പോകുന്നില്ല എന്നത് ഗ്യാരണ്ടിയാണ്. എനിക്ക് ഒരുപാട് പേർ മെഡിക്കൽ കോളേജിൽ ക്യാൻസറിന് ചികിത്സ തേടുന്ന ഒരുപാട് പേരുടെ ചാർട്ട് അയച്ചു തന്നിരുന്നു. അതിനകത്ത് വിശദമായ ചികിത്സയ്ക്ക് എത്ര തുകയാകുമെന്നത് പറയുന്നുണ്ട്. ഏറ്റവും എക്സ്പെൻസീവായ ആശുപത്രിയാണ് കിംസ്. അവിടെ എനിക്ക് പരിചയമുള്ള ഒരാൾ അർബുദത്തിന് ചികിത്സ തേടിയപ്പോൾ ആകെ ചിലവായത് 10 ലക്ഷം രൂപയാണ്. ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന വ്യക്തിക്ക് എത്ര രൂപ ചികിത്സയ്ക്ക് വേണ്ടിവരും എന്നതിനെ കുറിച്ചെല്ലാം എനിക്ക് അറിയാമെന്നും ഷെഫീന ബീവി പറഞ്ഞിരുന്നു. രേണുവിന് ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയുണ്ട്. അതിലെല്ലാം ക്രിമിനലുകളാണ്. രേണു സമ്പാദിച്ച പൈസ അവരുടെ
അച്ഛൻ തങ്കച്ചൻ ഇപ്പോൾ പലിശയ്ക്ക് കൊടുക്കുന്നുണ്ടെന്നുമാണ് ഷെഫീന ബീവി പറഞ്ഞത്. ഉപജീവന മാർഗം അങ്ങനെയും കണ്ടെത്താം എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. മകൾ പണം എങ്ങനെ സമ്പാദിച്ചാലും അത് പലിശയ്ക്ക് കൊടുത്ത് സുഭിക്ഷമായി ജീവിക്കുമെന്ന മനോഭാവമാണ് കുടുംബത്തിന്. അസുഖം വന്നാലെങ്കിലും അല്പം ദൈവവിശ്വാസത്തോടെ ജീവിക്കാനല്ലേ നോക്കേണ്ടത്. പിന്നെ ബിഷപ്പിന്റെ വിചാരം അദ്ദേഹമാണ് മാർപ്പാപ്പ എന്നാണ്. കിച്ചു ഋതുലിനെ കാണാതിരിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് രേണുവിന്റെ പുതിയ വീഡിയോ. രേണുവിന്റെ പ്രവർത്തികളല്ല പലർക്കും കുഴപ്പം, ആ പ്രവർത്തികൾ തെറ്റാണെന്നും ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞ കുട്ടിയാണ് ഇപ്പോൾ പലരുടെയും കണ്ണിൽ കുഴപ്പക്കാരൻ. രേണു ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തികളൊന്നും മാപ്പ് അർഹിക്കുന്നതല്ല. അതുപോലെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് ഏത് സഭയിലുള്ളതാണ്? എന്തിനാണ് ഷെഡ്യൂൾ കാസ്റ്റിൽ ഉള്ളവരെ മതം മാറ്റുന്നത്? ഋതുലിനെ കാണാൻ കിച്ചുവിന് അവകാശമില്ല എന്ന് അവന്റെ സ്വത്തിൽ താമസിച്ചുകൊണ്ടല്ല രേണുവും കുടുംബവും പറയേണ്ടത്. കിച്ചുവിന് കൊടുക്കേണ്ട അവകാശം കൊടുത്തിട്ട് വേണമായിരുന്നു രേണു സംസാരിക്കാൻ, അല്ലാതെ അവന് അവകാശമുള്ളിടത്ത് കയറി കിടന്നിട്ട് അല്ല പറയേണ്ടത്. എവിടെയോ കിടന്നവളെ കിച്ചുവിന് വേണ്ടി സുധി കെട്ടിക്കൊണ്ടുവന്നതാണ്. അങ്ങനെയുള്ള രേണുവിന്റെ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. രേണുവിന്റെ ചേച്ചിയും ഭർത്താവും ഈ ജന്മത്ത് ജോലിക്ക് പോകുമെന്ന് തോന്നുന്നില്ല എന്നും ഷെഫീന ബീവി പറഞ്ഞിരുന്നു. അതേസമയം പ്രേക്ഷകരെല്ലാം രേണുവിനെതിരായി മാറിക്കഴിഞ്ഞു. ക്യാൻസർ ബാധിതയാണെന്ന് അറിഞ്ഞപ്പോൾ കിട്ടിയ സഹതാപവും സ്നേഹവും പോലും ഇപ്പോൾ പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്കും രേണുവിനോട് ഇല്ല. രേണു മരിച്ചു കഴിഞ്ഞാലും അവരുടെ വീട്ടുകാർക്ക് അവിടെ കിടക്കാനുള്ള മുൻകൂർ അവകാശം ഉറപ്പിക്കലാണ് രേണുവിന്റെ പുതിയ വീഡിയോ. ഇത്ര ഉളുപ്പില്ലാതായല്ലോ. കിച്ചുവിനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ എനിക്ക് ആ വീട് വേണ്ട എന്ന് പറയിക്കാനോ ഉള്ള ശ്രമങ്ങളൊന്നും വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാന അടവ് രേണു ഇറക്കിയതാണെന്നും ചിലർ കുറിച്ചു. അതേസമയം കൊല്ലം സുധിയുടെ മരണശേഷം രേണു സുധിയെയും കുടുംബത്തെയും ചേർത്ത് പിടിച്ചവരിൽ ഒരാളായിരുന്നു അവതാരകയായ ലക്ഷ്മി നക്ഷത്ര. രേണുവും കുടുംബവും നിരവധി തവണ ലക്ഷ്മി നക്ഷത്രയുടെ ബ്ലോഗുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിന്നീട് രേണുവുമായി ലക്ഷ്മി നക്ഷത്ര അകൽച്ചയിലായി. ക്യാൻസറിനോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ് രേണു സുധി. ബിഗ് ബോസ് താരങ്ങളായ അനുമോളും ആദില, നൂറയും അടക്കമുള്ളവർ രേണുവിനെ വീട്ടിലെത്തി കണ്ടിരുന്നു. ലക്ഷ്മി എന്തുകൊണ്ട് രേണുവിനെ കാണാൻ പോകുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് ലക്ഷ്മി നക്ഷത്ര പ്രതികരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ രേണുവിനെ പോയി കാണാത്തത് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, രേണുവിനോട് ആത്മാർത്ഥമായി ഇഷ്ടമുള്ളവർ രേണുവിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ചെയ്യേണ്ടത് അവരെ വീഡിയോ കോൾ ചെയ്യുക. രേണുവിനെ ചേർത്ത് പിടിക്കണമെങ്കിൽ GPay നമ്പറുണ്ട്, അക്കൗണ്ട് വിവരങ്ങളുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട്ടിലുള്ളവർ വരെ അത്രയും ശ്രദ്ധിച്ച് കെയർ ചെയ്യേണ്ടതാണ്. അവർക്ക് പ്രതിരോധ ശേഷിയൊക്കെ വളരെ കുറവായിരിക്കും. ഒരുപാട് വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്നത് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ വന്ന് കാണുമ്പോൾ അവർക്കത് മനസ്സിൽ സന്തോഷമായിരിക്കും. പക്ഷെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത് അവരെ വീഡിയോ കോൾ വിളിക്കുകയും അവരുടെ ചേച്ചിയോട് സംസാരിക്കുകയോ ചെയ്തിട്ട് വിവരങ്ങൾ അറിയുക. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഏത് രീതിയിലാണ് പടരുക എന്ന് പറയാനാകില്ല. അവരുടെ ശരീരം അത്ര വീക്കായിട്ടിരിക്കുകയാണ്. അതാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. രേണു തന്നെ പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരും, ഞാൻ ഫയറാണ് എന്ന്. അതുപോലെ തന്നെ തിരിച്ചു വരട്ടെ, പ്രാർത്ഥനയുണ്ട് എപ്പോഴും. രേണു സുധിയുടെ അസുഖ വിവരം വ്യാജമാണെന്ന് പറയുന്നവരോടുള്ള ലക്ഷ്മി നക്ഷത്രയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ക്യാൻസർ പോലുള്ള അസുഖം വെച്ചൊന്നും ആരും കളിക്കാൻ നിൽക്കില്ലല്ലോ. ഞാൻ രേണുവിനോട് സംസാരിച്ചിട്ടുണ്ടെന്നുമാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.